വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ മുന്നണി പിളർപ്പിന്റെ വക്കിലേക്ക്. നിതീഷ് കുമാർ NDAയോട് അടുക്കുന്നു. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി നിതീഷ് കുമാർ. 2007 മുതൽ 2013 വരെ UPA സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും സാധിച്ചില്ല. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിയത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെന്നും ഇതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്നും നിതീഷ് കുമാർ പറഞ്ഞു. ഇതിനു മുൻപ് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് AAPയും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിനി, ഇന്ത്യ മുന്നണി വളരെ പ്രതീക്ഷയോടെ ഭരണപക്ഷത്തിനെതിരായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷ മുന്നണികളെല്ലാവരും ചേർന്ന് പോരാടും എന്നുള്ള തീരുമാനത്തിൽ ഉണ്ടായ സഖ്യം അത് പിളർപ്പിലേക്ക് പോകുന്നു എന്ന് വേണോ കരുതാൻ? ആര്യ, ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആം ആദ്മിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉള്ള തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. പഞ്ചാബിലാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുക, 13 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മമതയും തന്റെ നിലപാട് വ്യക്തമാക്കി. ബംഗാളിൽ CPMും അതുപോലെ തന്നെ മറ്റ് ഇടത് പാർട്ടികളും കോൺഗ്രസുമായും സഖ്യത്തിനില്ലെന്ന് മമത വ്യക്തമാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിതീഷ് കുമാർ നേരത്തെ NDAയുടെ ഭാഗമായിരുന്നു. 2 വർഷം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഒരു ചാഞ്ചാട്ടം അപ്രതീക്ഷിതമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നിതീഷ് കുമാർ ഏത് നിമിഷവും NDAയ്ക്കൊപ്പം ചേർന്നേക്കുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം എല്ലാ പാർട്ടികൾക്കും മുന്നണിയിലുള്ള പാർട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നതാനും. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ പുതിയ പ്രസ്താവന വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെല്ലാം വീക്ഷിക്കുന്നത്. ഇന്നലെ കർപ്പൂരി ഠാക്കൂർ, അതായത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് പുതിയൊരു നീക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ നിലപാട് മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾക്കും കറക്റ്റായ രീതിയിൽ അല്ലെങ്കിൽ ചെക്ക് വെച്ചിരിക്കുകയാണ് BJP. കർപ്പൂരി ഠാക്കൂറിന് കൂടി ഭാരതരത്ന നൽകുമ്പോൾ അയോധ്യയിലൂടെ ഏകദേശം ഹിന്ദി മേഖലകളിലെല്ലാം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ BJPക്ക് സാധിച്ചു. തൊട്ടു പിന്നാലെ കർപ്പൂരി ഠാക്കൂർ, അതായത് BJPക്ക് കാര്യമായ വേരോട്ടമുള്ള അല്ലെങ്കിൽ കാര്യമായ പിന്തുണയില്ലാത്തൊരു ഹിന്ദി മേഖലയിലെ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുന്നതിലൂടെ BJP പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ ഇനി എങ്ങനെ സാധിക്കുമെന്നുള്ളതും വലിയൊരു തലവേദനയാണ്, പ്രത്യേകിച്ച് RJD പോലുള്ള പാർട്ടികൾക്ക്. നിതീഷ് കുമാർ കർപ്പൂരി ഠാക്കൂറിന് അനുകൂലമായി അല്ലെങ്കിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിന് അനുകൂലമായി രംഗത്ത് വരുന്നതോടുകൂടി നിതീഷ് കുമാർ തന്റെ ഭാഗം അല്ലെങ്കിൽ തന്റെ നിലപാട് വളരെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ പരാമർശം, അതായത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം പലവട്ടം ഉന്നയിച്ചിട്ടും അത് നടപ്പാക്കിയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അത് കോൺഗ്രസിന് നേരെയുള്ളൊരു വിമർശനമാണ്. അതുപോലെ തന്നെ RJDക്ക് നേരെയുള്ളൊരു വിമർശനമായി കാണും. കാരണം തൊട്ടു പിന്നാലെ RJDയുടെ ഒരു പരിവാർവാദത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കർപ്പൂരി ഠാക്കൂർ തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചെന്ന്, മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്നുകൂടി അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് RJDക്കും അതുപോലെ തന്നെ കോൺഗ്രസിന് നേരെയുള്ള ഒരു അമ്പുകൂടിയാണ്. ഇതിലെല്ലാം അപ്പുറത്തായി കർപ്പൂരി ഠാക്കൂർ എന്ന നേതാവ് പ്രധാനമായും മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അപ്പോൾ ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു. OBC സംവരണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെല്ലാം കൂടി അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി മറികടക്കാനുള്ളൊരു നടപടി കൂടിയായിട്ടാണ് കർപ്പൂരി ഠാക്കൂറുള്ള ഭാരതരത്ന എന്ന പുരസ്കാരത്തെ കാണേണ്ടത്. ഇതിനെല്ലാം അനുകൂലിച്ചു അല്ലെങ്കിൽ ഈ ഒരു BJPയുടെ ഈ നീക്കത്തെ നിതീഷ് കുമാർ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയാണെന്ന് നമുക്ക് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടുകൂടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ 3 പ്രധാന പാർട്ടികളാണ് ഇതോടുകൂടി അകലുന്നു എന്ന സൂചനകൾ വ്യക്തം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണി എന്നത് മുന്നണി അല്ലാതാവുകയും മറിച്ച് ചില പാർട്ടികളുടെ, വളരെ കുറച്ച് പാർട്ടികളുടെ, പ്രധാനപ്പെട്ട 1-2 പാർട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ചെറിയ പാർട്ടികളുടെ മാത്രം ഒരു സഖ്യമായി മാറുകയും അല്ലെങ്കിൽ ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നിൽ കാണാവുന്നത്. ആര്യ, ശരി അശ്വിനി, തുടരുക. എന്തായാലും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനം അത് അറിയിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. മമതയുടെ പ്രതികരണത്തിലേക്ക്. অল ইন্ডিয়ায় কি করবো না করবো আপনার ইলেকশন ভাববো, আমরা সেকুলার পার্টি, আমরা বিজেপিকে হারানোর জন্য যা করা হবে। কিন্তু এখন কোনো চর্চা নেই, মিথ্যে কথা, অ্যাবসলিউটলি রং। মিথ্যেটা আমি বলবো না, বলতে অ্যাবসলিউটলি রং। কোনো কাগজ এটাকে নিয়ে পলিটিক্স করছে, এটা রং। আর একটা কথা বলে দেয়, কাজের চেপকে নিয়ে অনেকে পলিটিক্স করছে। ও তো জেলা পরিষদের সভাধিপতি আছে, আর ওকেও দুটো দায়িত্ব দেওয়া হচ্ছে নাটক দেখতে। এত মিথ্যে কথা আপনারা কেন বলবেন, কেন লিখবেন?